തോന്നും, ഓ ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിരുന്ന ഒന്നും കൂടി സൂപ്പർ ആയേനെ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നന്നായേനെ, ഇങ്ങനെ എഡിറ്റ് ചെയ്ത ഭംഗി, അങ്ങനെയൊക്കെ തോന്നലുകൾ വരാറുണ്ട്. തീർച്ചയായിട്ടും ചാക്ക്, തുണിച്ചാക്ക്, അത് വെച്ച് കെട്ടി ഒരാൾ സൈക്കിൾ ചവിട്ടും, അത് രാത്രി, കാരണം പകൽ വേറെ വണ്ടികളതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ രാത്രി ചവിട്ടും, പിന്നാലെ കേബിൾ പിടിച്ചിട്ട് അതൊക്കെ നടക്കും. ആർട്ടിസ്റ്റുകളിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഒരു തുടക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ച് ആർട്ടിസ്റ്റുകളിലേക്ക് എത്തി. എൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും. ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നമ്മുടെ സൗഹൃദ വലയങ്ങൾ കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ എഡിറ്റർ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ ഒരു ഷോട്ട് വെക്കുമ്പോൾ അടുത്ത ഷോട്ട് ഏത് വെക്കണം എന്നുള്ള ഓൾറെഡി നമ്മുടെ മനസ്സിൽ കണക്കൂട്ടണം. കാരണം ഈ ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട് കട്ട് ചെയ്തിടുമ്പോൾ അലമ്പുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട്. ഒരു സ്ത്രീയാണ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫാണ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നായിരിക്കും. ലഹരിക്കൊരു ഇൻസ്പിറേഷൻ ആവരുത് എൻ്റെ സിനിമ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ട്. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് കൊല്ലം ചോദിച്ചപ്പോൾ ഞാൻ അയ്യോ എന്ന് പറയും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ 10ാം ക്ലാസ് ഏത് കൊല്ലാരും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ പെട്ടു എന്ന് പറയും. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയത് സിൻഡോ ഡേവിഡ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമയുടെ ഡയറക്ടർ ആൻഡ് തിരക്കഥ എഴുതിയ ഒരാൾ, സഞ്ജു അളവള്ളി. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ബേസിക്കലി ഒരു എഡിറ്ററാണല്ലേ. അപ്പോൾ ഒരു എഡിറ്റർ സംവിധാനം ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ? ഞാൻ സിനിമ ആദ്യമായിട്ടാണ് ചെയ്യണത്. എന്നാൽ അതിന് മുമ്പ് ഇപ്പോൾ ഷോർട്ട് ഫിലിം, പരസ്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷൻ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത വന്നതൊന്നുമല്ല. നമ്മളിപ്പോൾ എഡിറ്റിംഗ് ചെയ്ത് പോകുമ്പോൾ എനിക്കത് ചെയ്യണമെന്ന് തോന്നി, ഓരോ ചെറുത് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, ചെയ്യാൻ പറ്റി. അല്ല, അപ്പോൾ ഒരു സംവിധായകൻ തന്നെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ കുറേ അധികം ഇത്രയും നമുക്ക് സ്മൂത്ത് ആവുമല്ലോ കാര്യങ്ങൾ. അതെങ്ങനെയാണ്? എനിക്ക് തോന്നിയില്ല. ഇപ്പം നമ്മൾ വേറെ ഡയറക്ടേഴ്സ് ഷൂട്ട് ചെയ്ത സാധനം കൊണ്ടുവന്നിട്ട് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് തോന്നും, ഓ ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ എടുത്തിരുന്ന ഒന്നും കൂടി സൂപ്പർ ആയേനെ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ നന്നായേനെ, ഇങ്ങനെ എഡിറ്റ് ചെയ്ത ഭംഗി, അങ്ങനെയൊക്കെ തോന്നലുകൾ വരാറുണ്ട്. ആ തോന്നിയിട്ടുള്ള തോന്നലുകൾ ഞാൻ എൻ്റെ ഡയറക്ഷൻ ഉപയോഗിച്ചു. അപ്പോൾ എഡിറ്റിംഗിനാണ് ഡയറക്ടർ ആയത്. തീർച്ചയായിട്ടും. അപ്പോൾ മുൻ എഡിറ്റിംഗ് ഒക്കെ ഏത് വിഭാഗമായിരുന്നു? ഐ മീൻ സിനിമ അല്ലാന്ന് പറഞ്ഞപ്പോൾ ഷോർട്ട് ഫിലിം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കം എടുക്കുമ്പോൾ എഡിറ്റിംഗ് ചെയ്യണേക്കാൾ മുമ്പ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത് ഷോർട്ട് ഫിലിം ഡയറക്ഷനാണ്. അതിലെ ഡയറക്ഷനും ക്യാമറയും എഡിറ്റിംഗും ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതിപ്പോഴല്ല, എനിക്ക് തോന്നുന്നു +2 കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളൊരു ചെറിയ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്നു ഞാനൊരു ഡയറക്ടർ സിനിമ ചെയ്യും. ആ ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് നമുക്ക് അന്ന് യൂട്യൂബിൽ നിന്ന് എഫക്ട്സുകൾ എടുക്കുക സംഭവം, അന്ന് യൂട്യൂബ് അത്ര പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും ഐഡിയ ഇല്ല. അപ്പോൾ എഫക്ട്സ് കിട്ടണം. സൈക്കിൾ ചവിട്ടി പോകുന്ന ആ ഷോർട്ട് ഫിലിമിൽ കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതിൽ ആ സൈക്കിൾ ചവിട്ടി പോകുന്ന എഫക്ട്സ് കിട്ടണം. അപ്പോൾ അതെടുക്കാനായിട്ട് നമ്മൾ വഴികൾ നോക്കിയിട്ട് ഒരു ഐഡിയയും കിട്ടുന്നില്ല. വലിയ സ്റ്റുഡിയോയിലേക്ക് പോകാനായിട്ട് നമ്മുടെ ഫണ്ടില്ല, കാരണം ചെറിയൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോഴാണ് ഞങ്ങൾ 2-3 കൂട്ടുകാരുണ്ട്, ഞങ്ങൾ വാടകയ്ക്ക് മറ്റേ കേബിളിൻ്റെ കേബിൾ എടുത്തിട്ട് കുറേ കേബിളുകൾ കണക്ട് ചെയ്തു, നീട്ടം നന്നായി കൂട്ടി, അതിൻ്റെ മൈക്ക് ഈ ഇതുമ്മ കണക്ട് ചെയ്തു, സൈക്കിളുമ്മ കെട്ടി. ആ സൗണ്ട് പുറത്തേക്ക് വരാതിരിക്കാൻ, മുട്ടുന്ന സൗണ്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചാക്ക്, തുണിച്ചാക്ക്, അത് വെച്ച് കെട്ടി ഒരാൾ സൈക്കിൾ ചവിട്ടും, അത് രാത്രി, കാരണം പകൽ വേറെ വണ്ടികളതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആൾ രാത്രി ചവിട്ടും, പിന്നാലെ കേബിൾ പിടിച്ചിട്ട് അതൊക്കെ നടക്കും. അങ്ങനെ എടുക്കല്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്കിംഗ് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. പക്ഷെ അത് ഹാർഡ് വർക്കായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലിയായിട്ടേ തോന്നില്ല. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന് പ്രധാനമായിട്ട് വെല്ലുവിളികളൊക്കെ എന്തായിരുന്നു? സിനിമയിലേക്ക് എത്തുമ്പോൾ വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികത്തിൻ്റെ ആണ് ആദ്യത്തെ വെല്ലുവിളി. അത് ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് നമുക്ക് എത്തി കഴിഞ്ഞപ്പോൾ ഇന്ത്യ സ്നേഹം പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള 4 പേരുണ്ട്. അവർ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഫണ്ടിൻ്റെ കാര്യത്തിലേക്ക് വന്നു. പിന്നെ നമ്മൾ ഇത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചെയ്തു വരുന്ന സമയത്ത് നമുക്ക് ആർട്ടിസ്റ്റുകളിലേക്ക് എത്താനുള്ള ആദ്യത്തെ ഒരു തുടക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറച്ച് ആർട്ടിസ്റ്റുകളിലേക്ക് എത്തി. അത് കഴിഞ്ഞു, അതിൻ്റെ ബാക്കി പരിപാടികൾ കഴിഞ്ഞ് തിയേറ്ററിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഞാൻ തുടക്കക്കാരനായതിൻ്റെ പേരിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ അന്വേഷിക്കുക എങ്ങനെയാണ് അത് അവിടേക്ക് എത്തേണ്ടത് എന്നുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷിച്ച് ഒരു കാര്യങ്ങളൊക്കെ ഒരുവിധം എത്തി. അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഈ ലൊക്കേഷൻ ഹണ്ടിങ്ങിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ കൂടുതൽ നമ്മളിപ്പോൾ ലൊക്കേഷൻ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം കാണും. പക്ഷെ ആ സ്ഥലം നമുക്ക് ഷൂട്ടിങ്ങിന് കിട്ടണമെങ്കിൽ ചിലപ്പോൾ കുറേ കാശും അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമുക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് എൻ്റെ വീട്ടിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലും. ഇതിൻ്റെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ നമ്മുടെ സൗഹൃദ വലയങ്ങൾ കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു സർക്കിളിനുള്ളിൽ കിട്ടാവുന്ന ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എഡിറ്റിംഗ് ഇങ്ങനെ സ്പോട്ട് എഡിറ്റിംഗ് ആയിരുന്നു? ഇല്ല, സ്പോട്ട് എഡിറ്റിംഗ് ഉണ്ടായിട്ടില്ല. അത് ഞാൻ എഡിറ്റർ ആയതുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ ഒരു ഷോട്ട് വെക്കുമ്പോൾ
അടുത്ത ഷോട്ട് ഏത് വെക്കണം എന്നുള്ളത് ഓൾറെഡി നമ്മുടെ മനസ്സിൽ കണക്കൂട്ടും. കാരണം ഈ ഷോട്ട് കഴിഞ്ഞ് അടുത്ത ഷോട്ട് കട്ട് ചെയ്തിടുമ്പോൾ അലമ്പുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് അത് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സ്പോട്ട് എഡിറ്റിംഗ് വെച്ചിട്ടില്ല. അപ്പോൾ ഷോട്ടുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ സ്ക്രിപ്റ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് വൈഡ് പോവാം ഷോട്ട് പോവാം. എന്നിരുന്നാൽ കൂടി ചിലപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തോന്നും ഇത് ഇതിനൊക്കെ നല്ലത് ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ നന്നാവും എന്നുള്ള അങ്ങനെയുള്ള. അപ്പോൾ അതിൽ നോട്ട് ചെയ്ത് വെക്കും ഈ ഷോട്ട് ഇങ്ങനെ വെച്ചല്ലോ. അപ്പോൾ അവിടെ ഒരാളുണ്ട് ഓക്കെ, നമുക്ക് ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരാം എഡിറ്റിംഗിലേക്ക്. ഓക്കെ, തിരക്കഥാകൃത്തിലത്തെ ഒരാളാണ്. അപ്പോൾ രണ്ടുപേരും കൂടിയാണല്ലോ ചെയ്തങ്ങനെ. അപ്പോൾ താരതമ്യ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്കിടയിൽ? സത്യത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ചാൻസ് വന്നപ്പോൾ, അതായത് മുമ്പ് തന്നെ ഞാനും സിൻഡോയായിട്ട് ഷോർട്ട് ഫിലിമുകളിലൂടെ മുമ്പ് ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൻഡോ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഒരു സ്ക്രിപ്റ്റിൻ്റെ കണ്ടൻറ്റൊക്കെ തയ്യാറാക്കി വെച്ചോ, നമുക്ക് ഏത് സമയത്ത് സിനിമ ചെയ്യേണ്ടി വരും ഓൾറെഡി പറയുമായിരുന്നു. ഇത് തന്നെ അഖിലേഷിനോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നീട് സിനിമയുടെ കാര്യങ്ങൾ റെഡി ആയിട്ട് വന്നപ്പോൾ നമുക്ക് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ തീമൊന്ന് വർക്കൗട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കുന്നതിൻ്റെ തരേ ചെയ്ത്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ അറിയാത്ത ഒരാൾ ഈ സിനിമയിൽ കൂടി ഞാൻ അഖിലേഷിനെ പരിചയപ്പെടുന്നത്. അതെ അതെ. സിൻഡോ തന്നെയാണ് ഇതിന്റെ കോർഡിനേറ്റർ. സിൻഡോയുടെ ഒരു സുഹൃത്ത് വലയങ്ങൾ ചേർന്നിട്ട് ഉണ്ടായതാണ് ലൈവ് മീഡിയ ടീമിന്റെ ബേസിൽ ഈ സിനിമ. അപ്പോൾ അഖിലേഷ് വരുന്ന ആളെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അങ്ങനെ ഒരു ചിരി ഇങ്ങനെ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആണെന്നറിയാം. അതിനപ്പുറം ബേസിക്കായിട്ട് എന്താ ക്യാരക്ടർ എന്നുള്ളത് അറിയില്ല. എൻ്റെ ആശയങ്ങളോട് ചേരുന്നതാവോ, സിൻഡോയായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ആശയപരമായിട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ആശയപരമായിട്ട് ഒരുപക്ഷെ സിൻഡോനേക്കാൾ കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അഖിലേഷായിട്ടായിരിക്കും എന്നുള്ളതായിരുന്നു. എഴുത്തിൽ വളരെയധികം പ്രയോജനം ചെയ്തു, അത് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്തു. അപ്പോൾ ആ രീതിയിൽ എഴുത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിനൊക്കെ ഇതിലെല്ലാവരും അവരുടേതായിട്ടുള്ള സജഷൻസ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനൊരു സീൻ പറയുമ്പോൾ നമുക്കിതിലും കൂടി ചെയ്താലോ എന്ന് ചോദിക്കും. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്ന ലൈവ് മീഡിയയുടെ ഈ കെട്ടിടത്തിൻ്റെ ഈ ഒരു കുഞ്ഞു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമ പൂർണ്ണമായിട്ടും വിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാവിധ ചർച്ചകളും രാത്രി 1 മണി 2 മണി 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചർച്ചയാവും. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങും. അങ്ങനെ വിരിഞ്ഞു വന്നിട്ടുള്ളതായതുകൊണ്ട് പ്രശ്നങ്ങൾക്കുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ടായിട്ടില്ല. അതാണ് എഴുതി വന്നപ്പോൾ സിനിമയിലേക്ക് വന്നപ്പോൾ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും കട്ട് ചെയ്യേണ്ട പോർഷൻ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ സിനിമ തിയേറ്ററിലേക്ക് റിലീസായപ്പോൾ എഴുതിയ കുറച്ച് പോർഷൻസുകൾ നമ്മൾ ഡിലീറ്റ് സിനിമ വെച്ചാൽ ഇതൊക്കെ കിടക്കുമല്ലോ. ഈ സ്ക്രിപ്റ്റിൻ്റെ കട്ടിങ് മുഴുവൻ ഈ സ്റ്റുഡിയോയുടെ ഉള്ളിൽ വെച്ച് നടന്നിട്ടുണ്ട്. ആവശ്യമില്ലാത്ത ഒരു സീൻ പോലും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു 3 മണിക്കൂറിനൊക്കെ ഷൂട്ട് ചെയ്യും, എന്നിട്ട് 2.5 മണിക്കൂറിലേക്ക് 2.25 മണിക്കൂറിലേക്ക് കട്ടിട്ട് ചുരുക്കുകയാണ്. ഇത് 1 മണിക്കൂർ 58 മിനിറ്റാണ് ഫിലിം ഉള്ളതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 മണിക്കൂറും 10 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടായിട്ടുണ്ടാവാം. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. കാരണം അത് ലെങ്ത്ത് കൂടിയത് കൊണ്ട് മാത്രം, നീളം കൂടിയത് കൊണ്ട് മാത്രം കട്ട് ചെയ്ത ആളാണ്. ആവശ്യമില്ലാത്ത ഷോട്ടുകൾ എടുക്കേണ്ട എന്നുള്ളതാണ് ഡയറക്ടറുടെ പക്ഷം. അതിനനുസരിച്ച് സ്ക്രിപ്റ്റ് എഴുതിയാൽ മതി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ ചിലപ്പോൾ 1-2 സീൻ കൂടുതൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ മറ്റേ സീനായിട്ട് എങ്ങനെയാ അതിൻ്റെ ഒരു ഇത്? അത് ഞാൻ അങ്ങനെ എക്സ്ട്രാ സീനുകൾ എടുത്തു എന്നുള്ളതല്ല, ആവശ്യമില്ലാത്ത ഷോട്ടുകൾ എടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എടുത്തിട്ടില്ല, അതായത് കുറേ സീൻ എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യല്ല ചെയ്തിട്ടുള്ളത്. ഒരു സീനിൻ്റെ തന്നെ ഇപ്പം ഡയലോഗ് പറഞ്ഞ ലെങ്ത്ത് കൂടിപ്പോയി, അപ്പോൾ അതൊന്ന് ചുരുക്കുക എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയുള്ള ചുരുക്കലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഏകദേശം എടുത്ത അത്രയും തന്നെ സിനിമയിൽ ഉണ്ടായിട്ടില്ല, അനാവശ്യ ഷോട്ടുകൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പം ഇനി എഡിറ്റിംഗിലേക്ക് തന്നെ വരാം. അപ്പോൾ ഈ എഡിറ്റിങ്ങിൽ ഈ പ്രോസസ്സിങ് എങ്ങനെയായിരുന്നു? മീൻസ് നമ്മളിപ്പോൾ ഷോട്ട് എടുത്ത് നമ്മളിലേക്ക് നമ്മുടെ ഔട്ട്പുട്ടായി കാർഡിലേക്ക് കോപ്പി ചെയ്തു. അതിന് എഡിറ്റിംഗ് എങ്ങനെയായിരുന്നു? FCP ആണോ? FCP ആണ് ഞാൻ പഠിച്ചിട്ടുള്ളതും. FCP ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ഇതിൽ തന്നെയായിരുന്നു അതിൻ്റെ എക്സ്പോർട്ടിങ് കാര്യങ്ങൾ ഫുള്ള്? അല്ലല്ല, നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് DA ചെയ്തിട്ടാണ് പുറത്ത് വന്നത്. ഇവിടെ ഡാവിഞ്ചിയിലാണ്, അത് എറണാകുളത്താണ് ചെയ്തിട്ടുള്ളത്. ആർട്ട്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അവിടുത്തെ സ്റ്റാഫും എൻ്റെ സുഹൃത്ത് തന്നെയാണ്. ഞാൻ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് സിനിമയുടെ പ്രൊസീജിയർ പോകുന്ന പോലെ തന്നെ ആദ്യം എഡിറ്റ് ചെയ്തു, ഡബ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് DAയിലേക്ക് പോയി, അങ്ങനെയുള്ള ഫൈനൽ രീതിയിൽ തന്നെയാണ്. ഫുൾ എഡിറ്റിംഗ് ചെയ്യണം തന്നെ. ഇപ്പോൾ ഞാൻ ഇതൊരു എഡിറ്ററിൻ്റെ ഒരു ഇതിൽ കണ്ടതാണ്, ഷോർട്ടുകൾ ഇങ്ങനെ സെറ്റായിട്ട് വെക്കും ഒരു ചേട്ടൻ. അത് കഴിഞ്ഞിട്ട് മെയിൻ എഡിറ്റർ വന്നിട്ട് അത് എല്ലാം അറേഞ്ച് ചെയ്യും. അത് അങ്ങനെ ഇപ്പോൾ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർ റഫ് കട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് ഒരാൾ എഡിറ്റ് ചെയ്യും, പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഫൈനൽ. അത് വലിയ എഡിറ്റേഴ്സ് ഒക്കെ വരുമ്പോൾ അങ്ങനെ, കാരണം അവർക്ക് കുറേ സിനിമകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ വരും. ഇതിപ്പോൾ എനിക്കൊരു സിനിമയുള്ളൂ, അതുകൊണ്ട് ഇതിൻ്റെ റഫ് കട്ടും ഫൈനൽ കട്ടും എല്ലാം ഞാൻ തന്നെ ചെയ്തു മാത്രം. ട്രെയിലർ കട്ടും ടീസർ കട്ടും ട്രെയിലർ ഞാൻ FCP. പിന്നെ ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പടം ഇതിലേക്ക് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് വന്നത്? സ്ക്രിപ്റ്റിൻ്റെ ടീം പ്രൊഡ്യൂസർമാർ
ഡയറക്ഷനും കൂടി ഞങ്ങൾക്ക് തരുമായിരുന്നു. എനിക്ക് മഹേഷിനെ വിളിച്ചിട്ട് തരുമായിരുന്നു തീം, ഒരു ബേസിക് അങ്ങനെ സ്റ്റോറി എന്നുള്ളതല്ല, ഒരു തീം, ഒരു കോൺസെപ്റ്റ് അങ്ങനെ തരുമായിരുന്നു. അതിന്ന് സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ വെറുതെ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളും ഡയലോഗുകളും എഴുതി ചേർക്കണ്ട. അപ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സിന് നമുക്ക് റിയൽ ലൈഫിൽ നിന്ന് ഒപ്റ്റ് ചെയ്യാം എന്നൊരു സജഷൻ വന്നു. അപ്പോൾ എനിക്കും അഖിലേഷിനും പരിചയമുള്ള ചില ക്യാരക്ടറുകളെ, അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിലെ പല സംഭവങ്ങളും നമ്മുടെ ലൈഫായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയതാണ്. അത് കാണുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇപ്പോൾ ഒരു സ്ത്രീയാണ് കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫാണ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നായിരിക്കും. ഒരു കോളേജ് വിദ്യാർത്ഥിയാണ് കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഒപ്റ്റ് ചെയ്യാൻ അതിൽ 1-2 കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും. അത് കാരണം റിയൽ ലൈഫിൽ നിർത്തിയുള്ള കുറേ ഇൻസിഡൻറ്റുകൾ ഇതിലുണ്ട്. അതുകൊണ്ട് അങ്ങനെയായിരുന്നു എൻ്റെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു തുടക്കം. പിന്നെ ഇതിലെ മെയിൻ ക്യാരക്ടറുകൾ ഒരു 2-3 ക്യാരക്ടറിന് നല്ല ഡെപ്ത് കൊടുക്കണമെന്നുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആദിലക്ഷ്മി ആ ക്യാരക്ടറിന്, അതുപോലെ സിൻസിയറിൻ്റെ നായക കഥാപാത്രം, പ്രമോദേട്ടൻ്റെ കഥാപാത്രം, ഈ കഥാപാത്രങ്ങൾക്കൊക്കെ കുറച്ചും കൂടി ഡെപ്ത് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അവരെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ട് അതിനൊരു ഡെപ്ത് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എഴുതി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിലേക്ക് തട്ടിയ സീൻ ഏതായിരുന്നു? കോശി എന്നൊരു കഥാപാത്രമുണ്ട്. ആ കോശിയുടെ കഥാപാത്രം സ്വന്തം അപ്പനെ വളരെയധികം സ്നേഹിക്കുകയും അപ്പന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന, അതായത് നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും, വയസ്സായവരെ വയ്യാത്തവരെ ഒരു കോർണറിലിട്ടിട്ട് അവരോട് സ്നേഹമൊക്കെ ഉണ്ടാവും, ഇല്ലയൊന്നും പറയില്ല. അവർക്ക് ഫുഡും മറ്റു കാര്യങ്ങളെല്ലാം കൊടുക്കും, അവരെന്നെയാണ് നോക്കുന്നത്. പക്ഷേ അങ്ങനെയല്ലാതെ കോശിയുടെ ക്യാരക്ടർ ഇത്തിരി കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അത് സിനിമയുടെ ഉള്ളിലുള്ളതാണ്, ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. പക്ഷേ ആ ഒരു സീൻ എഴുതിയപ്പോൾ ശരിക്കും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പലർക്കും അത് ടച്ച് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ട് ഒരു അപ്പൻ്റെ ഒരു വാത്സല്യാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റിലേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് ചേട്ടന് തോന്നിയിട്ടുണ്ടായിരുന്നത്? സ്ക്രിപ്റ്റിലേക്ക് അപ്പോൾ ഒരു പാട്ടിന് വേണ്ടി, ഇപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതിൽ പാട്ടുകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പാട്ടിന് വേണ്ടി ഒരു സീൻ മേക്ക് ചെയ്യേണ്ടതെന്ന് ഡയറക്ടർ പ്രത്യേകം പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമ്മൾ പാട്ട് ഉൾപ്പെടുത്തണ്ടേ. മലയാളം പടം ആയിക്കോട്ടെ, ഒരു ഐറ്റം സോങ്ങിന് ഒരു പ്ലേസ് ഉണ്ട്. അങ്ങനെ ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല. പാട്ടിന് ആവശ്യകത ഉണ്ടെങ്കിൽ പാട്ട് അതിൽ വന്നോളും എന്നാണ് ഡയറക്ടർ പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് എഴുതിയത്. ഇതിൽ ആദ്യത്തെ താരാട്ടുപാട്ട് ആയിട്ട് ഇപ്പോൾ മധുവർഷൻ ആലപിച്ചിട്ടുള്ള പാട്ടാണ്. ഈ പാട്ട് അത്യാവശ്യം കയറിപ്പോയി, അത്യാവശ്യം ആൾക്കാർ കേട്ടു, നല്ല അഭിപ്രായം കിട്ടി. ആ പാട്ടൊന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നതല്ല, അത് സിനിമ ആവശ്യപ്പെട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നു ചേർന്നൊരു സാധനമാണ്. ഓക്കെ. അപ്പോൾ ഇതിന് മുന്നേ 2-3 പേരുടെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു സംവിധായകനൊപ്പം വർക്ക് ചെയ്യാൻ കിട്ടിയത് എനിക്ക് നല്ലൊരു ഭാഗ്യമായിട്ട് തോന്നി. ആളാണ് ഞങ്ങളുടെ എല്ലാ ക്യാപ്റ്റൻ. അപ്പം പിന്നെ അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് കൂട്ടുകാരനെ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളത്. കാരണം നമ്മളിപ്പോൾ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്കിനായിട്ട് പല ആൾക്കാർ, ഇപ്പോൾ പ്രമോദേട്ടനെ പരിചയപ്പെടുന്നു ഒരു വർക്കിനായി ബന്ധപ്പെട്ടിട്ടാണ്. ബൊണാമി എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്രമോദിനെ പരിചയപ്പെടുന്നത്. അത് കഴിഞ്ഞ് സരീഷിനെ പരിചയപ്പെട്ട് വേറെ വർക്കുമായിട്ട്, അഖിലേഷിനെ പരിചയപ്പെടുന്ന ഒരു സ്കൂള്, നിർമ്മൽ ജ്യോതി എന്ന സ്കൂളിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. സഞ്ജു മാഷ് പറയുന്നത് വേറൊരു വർക്ക്. അപ്പോൾ ഇങ്ങനെ വരുന്നതിൽ ആ വർക്കിൽ കുറേ ആൾക്കാരായിട്ട് പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ അപ്പോൾ എനിക്ക് തോന്നണോ ഈ ആളെ നമുക്ക് നമ്മുടെ ഒപ്പം നിർത്താം, നമ്മുടെ കണക്ഷനിൽ പറ്റിയ ഒരാളാണ്. അങ്ങനെ കണക്ട് ചെയ്ത് കുറച്ച് പേരെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ മുമ്പുണ്ടോ, ഞാൻ ബേസിക്കലി എഡിറ്ററാണ്. ഡയറക്ഷൻ പഠിക്കുകയോ അല്ലെങ്കിൽ ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം എന്നിൽ കുറേ കുറവുകൾ ഉണ്ടെന്നുള്ള എനിക്കറിയാം. പക്ഷെ എനിക്കൊരു വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കുറേ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വെച്ചിട്ട് എനിക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഓരോരുത്തർ, ഇപ്പോൾ അഖിലേഷിനും സരീഷൊക്കെ ആണെങ്കിൽ ആക്ടിങ് സൈഡും അത് പറഞ്ഞു കൊടുക്കേണ്ട കേസിലാണെങ്കിലും എനിക്ക് പറഞ്ഞു തരാനാണെങ്കിലും അവർ ഓക്കെയാണ്. ഇപ്പോൾ പ്രമോദനാണ് അഭിനയിക്കാനും ബാക്കിയുള്ള കോർഡിനേഷനും ഓക്കെയാണ്. സഞ്ജു മാഷ് എഴുതാനും ബാക്കി അഭിനയത്തിൻ്റെ സപ്പോർട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ ഇവരിലുള്ള കഴിവുകൾ ഞാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഞാൻ അവരെ കൊണ്ട് കുറേ സംഭവങ്ങൾ ചെയ്യിപ്പിക്കല്ലേ. അവരുടെ വർക്കുകൾ അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ തന്നെ ഞാൻ എടുത്തിട്ട് അതിനൊന്ന് ജോയിൻ അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ട്രെയിലർ ടീസർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു കട്ടിങ്? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണോ ഇതിപ്പോൾ ഞാൻ ചോദിക്കണത്? എല്ലാ ആൾക്കാർക്കല്ല, ഞാൻ ബേസിക്കലി ഈ ഒരു ഫീൽഡ് പഠിക്കണേ, അതോടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എഡിറ്റിംഗ് കുറിച്ച് കൂടുതൽ ഞാനിപ്പോൾ സിനിമയുടെ എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പലരും പറഞ്ഞു ട്രെയിലർ കട്ട് ചെയ്യുന്ന സമയത്ത് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ബെറ്റർ. കാരണം നമ്മൾ സ്ഥിരം ഈ ഇപ്പോൾ സിനിമ ചെയ്യുന്ന ഇപ്പോൾ കുറെ യൂട്യൂബേഴ്സിനാണ് കൊടുക്കണേ ഈ നന്നായി ടീസർ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഞാൻ ആലോചിച്ചു അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഓൾറെഡി എഡിറ്ററാണ്. അപ്പോൾ എൻ്റെ മനസ്സിലും ഉണ്ടാവും ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു ആഗ്രഹം. പിന്നെ ഞാൻ മുമ്പ് കുറേ ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ ടീസർ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല, ഒരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഞാനൊന്ന് ആദ്യം കട്ട് ചെയ്ത് നോക്കാം, എന്നിട്ട് നമ്മൾ കൂടെയുള്ളവർ കണ്ടിട്ട്
അവർക്ക് പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് വേറെ വളരെ ഓപ്ഷൻ നോക്കാം എന്നുള്ളത്. കാരണം ഇപ്പോൾ എൻ്റെ കയ്യിൽ സിസ്റ്റം ഉണ്ട്, സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാനായിട്ട് ചിലവില്ലല്ലോ. അങ്ങനെ ചെയ്ത് നോക്കി കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കുഴപ്പമില്ല, ഇത് മൂടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ മുന്നോട്ട് പോയി മാത്രം. ഏകദേശം ടൈം എടുത്തു എഡിറ്റിംഗ് എന്നൊരു ടൈം പീരീഡ് മാത്രം? സത്യം പറഞ്ഞാൽ വളരെ കുറവ് ടൈം എടുത്തിട്ടുള്ളത് അനുസരിച്ചിട്ട് ഇപ്പോൾ ഷൂട്ട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ചെയ്യുന്നതിനുള്ള കണ്ടിന്യൂസ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 സീൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്തതിനു ശേഷം അങ്ങനെയായിരുന്നു. അങ്ങനെ നോക്കിയിട്ടില്ല, ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ കണ്ടിന്യൂസ്ലി ഇരുന്നിട്ടില്ല. ഇപ്പൊ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്തിട്ട് അടുത്ത് ചെയ്യുമോ അങ്ങനെയൊന്നും തീരുമാനിച്ചില്ല. കാരണം നമുക്കൊരു ഐഡിയ ഉണ്ടല്ലോ, ഇത്ര ഷാനിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുള്ളൊരു ഐഡിയ ഉള്ളത് കൊണ്ട് ഗ്യാപ്പ് കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്തു. തിരക്കഥ അവിടെ കിളിപോയ പോലെ ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ടർ സാറിൻ്റെ ഒപ്പം വർക്കിംഗ്? ഡയറക്ടറുടെ ഒപ്പം ഞാൻ ആദ്യമായിട്ടല്ല വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിമുകൾ ഞങ്ങളിതിന് മുൻപേ ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വർക്ക് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് എനിക്ക് അറിയാമായിരുന്നു. ഇദ്ദേഹം ഏതെങ്കിലും ഒരു ദിവസം പടം ചെയ്യും, അതിപ്പോൾ എന്നെ വെച്ച് ചെയ്യണമെന്ന് എനിക്ക് എൻ്റെ ഒരു തിരക്കഥയിലൊരു ഭാഗം ഞാനാവും ചെയ്യാമെന്നൊന്നും എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്യുന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാമായിരുന്നു. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക്കലി എഡിറ്റർ ആയതുകൊണ്ട് സിനിമ ഇപ്പോൾ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആൾ സിനിമ മുൻകൂട്ടി കാണുന്നുണ്ട്. ഞാൻ ആളവിടെ ഇരുത്തി കൊണ്ട് പറയണതല്ല, അത് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്. ആൾ സിനിമ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സിനിമ ഇങ്ങനെയാണ് പോകുന്നത്, അതിനനുസരിച്ച് ഷോട്ട് വെച്ചാൽ മതി എന്നുള്ളത് ആൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടാണ് ഷോട്ട് പോയിരുന്നത്. അത് ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന എല്ലാവരും പറഞ്ഞൊരു കാര്യം കൂടി, അത് നിങ്ങളുടെ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര സുഖമുണ്ട്, ഒരു സ്ട്രെസ് ഇല്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഈ സിനിമയിൽ ലഹരി ഒന്നും ഇല്ല എന്നുള്ളൊരു വാർത്ത അഖിലേഷ് ഏട്ടൻ എന്നോട് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു ഡയറക്ടർ സാറിൻ്റെ ഈ സിനിമയിൽ അത് വേണ്ട എന്ന് പർപ്പസ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ? അത് നമ്മുടെ സിനിമയിലൊന്നും ഉണ്ടാവില്ല. നമ്മൾ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഓരോ സീനുകളും നമ്മൾ പ്ലാൻ ചെയ്യായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ സീൻ ഇങ്ങനെ ആയാലോ എന്നൊക്കെ ചേർച്ച് ചെയ്യുമ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ സീനിൽ വരുമ്പോൾ കയ്യിലൊരു ബീറും കുപ്പി ഉണ്ടായിക്കോട്ടെ, അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് സിപ്പ് ചെയ്യണ പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്കത് കാരണം അതൊരു ഇൻസ്പിറേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും കാണുമ്പോൾ ഇങ്ങനൊരു വിഷമം വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സെൻറ്റിമെൻറ്റ്സ് വരുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ആ കുട്ടിയുടെ സീനിന് നല്ലൊരു പ്രതികരണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനൊരു ലഹരിക്കൊരു ഇൻസ്പിറേഷൻ ആവരുത് എൻ്റെ സിനിമ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ ആദ്യം പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല, സിനിമയല്ലേ, നമുക്കങ്ങനെ ചെയ്യാന്നുള്ള ചർച്ചകൾ, സൗഹൃദപരമായ ചർച്ചയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, എനിക്കിപ്പോൾ ഇത്രയും കാലഘട്ടം, എൻ്റെ ലൈഫിൽ ഇത്രയും കാലഘട്ടത്തിൽ എനിക്ക് എല്ലാവിധ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം വന്നിട്ടുണ്ട്, പല സമയത്തും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊന്നും അത് തരണം ചെയ്യാനായിട്ട് എനിക്കൊരു ലഹരിയുടെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് തരണം ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്, അതെൻ്റെ മാനസികമായിട്ടും അതുപോലെയുള്ള ബാക്കിയെല്ലാം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മതി, അത് നമ്മൾ സിനിമയിലാണെങ്കിലും അങ്ങനെയുള്ള ക്യാരക്ടറുകളെ നമുക്ക് പുറത്ത് കാണിച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ സാധാരണ എല്ലാവരും പറയുന്ന പോലെ എന്തെങ്കിലും വിഷമം ഉണ്ടായി അപ്പോൾ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറും എന്നുള്ള, അതല്ലാതെ മാറാൻ എന്താ വഴി എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഓക്കെ, നല്ല തീരുമാനമാണ്, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അത് പൂർണ്ണമായിട്ടും സിനിമ ഷൂട്ട് സമയത്തും ഒപ്പം തന്നെ സിനിമയിൽ ഉപയോഗിക്കാത്ത പോലെ തന്നെ നമ്മൾ സിനിമയുടെ ഷൂട്ട് ലൊക്കേഷനുകളിലും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ചേട്ടനൊപ്പം വർക്ക് ചെയ്ത ആൾക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒപ്പം എങ്ങനെയായിരുന്നു? അവരിങ്ങനെയായിരുന്നു ചേട്ടൻ്റെ അടുത്തും ചേട്ടൻ അവരുടെ അടുത്തും ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമായിരുന്നേ? ആദ്യം ഇപ്പോൾ മെയിൻ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ ലാൽ ജോസ് സാറൊക്കെ വരുമ്പോൾ ഇത്രയും ലെജൻഡ്, അപ്പോൾ ഞാൻ തന്നെ തുടക്കമായിട്ട് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ എങ്ങനെ സാറുടെ അടുത്ത് അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. അത് ഷൂട്ട് തുടങ്ങി അപ്പോൾ രാജു സാർ ശരിക്കും നമ്മളെ സപ്പോർട്ടീവ് തന്നെയായിരുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഷോട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ സ്ക്രീനിൽ നോക്കി കാണുകയാണ്, ആ കണ്ടിട്ട് എനിക്ക് ആ തെറ്റാണെന്ന് അല്ലെങ്കിൽ എങ്ങനെ കുറവുണ്ട് എന്ന് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കും. അപ്പോൾ എൻ്റെ മുഖത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ സാറിന് മനസ്സിലാക്കും, സാർ ഒരു ടേക്ക് കൊണ്ട് പോകാമെന്ന് പറയും. അപ്പോൾ എന്നാ ഓക്കെ സാർ. അപ്പോൾ ടേക്ക് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മുഖത്ത് സന്തോഷമാണ് വരുന്നതെങ്കിൽ അവർക്ക് മനസ്സിലാവും ഓക്കെ ശരിയാണ്. അപ്പോൾ മുഖത്ത് നോക്കുമ്പോൾ ആളെ ചിരിക്കും, ഓക്കെ റെഡി. അത്രയും സപ്പോർട്ടിലാണ് പോയിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നായികയുടെ അടുത്തും നായകൻ്റെ അടുത്തും എങ്ങനെയായിരുന്നു? നായിക കുറെ വെബ് സീരീസും കുറെ സിനിമയിലും നായികയായിട്ടുണ്ട്, യുവ സിനിമയിലും മറ്റുള്ള സിനിമയിലൊക്കെ. അപ്പോൾ അതായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ആരായിട്ട് ഇപ്പോൾ സുധീർ കടമ്പന അങ്ങനെ കുറേ സാറന്മാർ ആൾക്കാർ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഒറ്റ ആർട്ടിസ്റ്റുകളും ഞങ്ങൾ പുതിയ ആൾക്കാരാണ് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളും നമ്മുടെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഭയങ്കര സപ്പോർട്ടീവായിട്ട് വരും, നമ്മൾ എന്താണോ പറയുന്നതെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോക്കും. എന്താ പറയുക, ആദ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ടെൻഷൻ തന്നെയാണ്. കാരണം വലിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ
നമ്മുടെ പരിമിതികളുണ്ട്, അതുപോലെ നമുക്ക് കുറവുകൾ, ഇപ്പോൾ നമുക്ക് പരിചയക്കുറവുകളുണ്ട്, ഇതൊക്കെ എങ്ങനെയായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഒരു കാരണവശാലും ആ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നല്ല സപ്പോർട്ട് തന്നെയായിരുന്നു. പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പോൾ മയൂര ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂരുള്ള ഒരു ടീം തന്നെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തുടക്ക സമയങ്ങളിൽ അവർക്കും സാധാരണ സിനിമയിൽ ചെല്ലുമ്പോഴുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നിയിരുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര കമ്പനിയായി. അതിലുള്ളൊരു പയ്യൻ നമ്മളിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കണക്ഷൻ ഭയങ്കര രസമായിരുന്നു. എൻജോയ് ചെയ്ത് പോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ദേഷ്യപ്പെടുന്ന ഒരു രീതി എനിക്ക് വളരെ കുറവാണ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആക്ടറിന് മുമ്പിൽ നമ്മൾ ദേഷ്യപ്പെട്ടു, അപ്പോൾ ആ ആക്ടറിൽ നിന്നുള്ള ഔട്ട്പുട്ട് പിന്നെ എനിക്ക് കിട്ടില്ല. നേരെ മറിച്ച് ആളെ കംഫർട്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുള്ള രീതി ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, അത് സെറ്റിൽ ഭയങ്കര കംഫർട്ട് തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആക്ടേഴ്സിനാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ അസോസിയേറ്റ് ഡയറക്ടർക്കാണെങ്കിലും വലിയൊരു പ്രഷർ കൊടുക്കാതെ കാര്യങ്ങൾ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു നേച്ചർ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവെ അങ്ങനെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുണ്ടായിരുന്നു. ക്യാമറമാൻ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അവിടേക്ക് പോയി ഡയറക്ടറിന്റെ രീതിക്ക് പോണേ, ആള് നമുക്ക് വെയിറ്റ് ചെയ്യണത് തോന്നുന്നുണ്ട്, എന്തെങ്കിലും ഇനി ആൾ പറയൂ അല്ലെങ്കിൽ ആളുടെ മനസ്സിൽ നിന്ന് ചിന്തയുണ്ടാവും, അങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായില്ല. അല്ല, അങ്ങനെ പ്രശ്നം കാരണം ഇപ്പോൾ എനിക്കും ചിലപ്പോൾ ചില സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്ത് എത്താൻ പറ്റാത്ത പല സാഹചര്യങ്ങളും ഉണ്ടാവാം. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ പ്രഷർ അടിച്ചിട്ട് എനിക്ക് എൻ്റെ ശരീരം നശിക്കുക എന്നല്ലല്ലോ, എൻ്റെ മനസ്സിനും ബുദ്ധിമുട്ട്, ശരീരത്തിനും ബുദ്ധിമുട്ട്. നേരെ മറിച്ച് ഒരു റിസൾട്ടും ഉണ്ടാവില്ല. ഞാൻ നേരെ മറിച്ച് എനിക്ക് എല്ലാത്തിലും അത് പോസിറ്റീവ് ആവാൻ, അത് തന്നെയാണ് ഇപ്പോൾ ഈ സിനിമയിലും ഉണ്ടായല്ലോ. നമുക്കിപ്പോൾ എന്തെങ്കിലും കുറവ് വരുമ്പോൾ അയ്യോ അതാകെ കുറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. നേരെ മറിച്ച് അതിനെങ്ങനെ തരണം ചെയ്യാമെന്ന് ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റാറുണ്ട്. അത് തന്നെയാണ് ലൈഫിലും ഞാൻ ചെയ്യാറുള്ളത്. നീ ഡയറക്ടറിനെ വിട്ട് അഭിനയിക്കൂ? ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം ഇപ്പൊ ഈ ക്യാമറയുടെ മുമ്പിൽ ഇപ്പോൾ നിങ്ങൾ ഇരുത്തുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ. പിന്നെ മുമ്പ് കുറച്ച് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇതിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു എന്താ പറയാ, ഒരു എന്താ പറയുക, നാണമെന്നോ അല്ലെങ്കിൽ ഒരു ചമ്മല് വരാറുണ്ട്. അപ്പോൾ ക്യാമറ ആളൊക്കെയാണ്. അല്ല, ഞാൻ അഭിനയം എന്നുള്ള സാധനം എൻ്റെ മനസ്സിൽ ചിന്ത വന്നിട്ടില്ല, അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് എഡിറ്റിങ്ങും ഡയറക്ഷൻ തന്നെ ആയിരിക്കും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും. അതെ, ഇതുവരെ അതിനെ തീരുമാനിച്ചിട്ടുള്ളൂ. മാറ്റങ്ങളൊന്നും. ഫീൽഡിലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ വർഷങ്ങൾ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-17 വർഷം മുകളിലേക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കറക്റ്റ് ഞാൻ ഡേറ്റോ ഇതൊന്നും എഴുതി വയ്ക്കുന്ന ആളല്ല. ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞ് കൊല്ലം ചോദിച്ചപ്പോൾ ഞാൻ അയ്യോ എന്ന് പറയും. ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ 10ാം ക്ലാസ് ഏത് കൊല്ലായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയെ പെട്ടു എന്ന് പറയും. അങ്ങനത്തെ എനിക്ക് ഓർമ്മയിൽ ഇരിക്കാറില്ല. ഇപ്പം ഞാൻ എല്ലാവരും പറയാറുണ്ട് ഡേറ്റുകളോ കൊല്ലങ്ങളോ ഒന്നും എൻ്റെ മനസ്സിൽ ഇരിക്കാറില്ല. അല്ല, ഞാനത് കല്യാണത്തിന് മുമ്പേ വൈഫിനോട് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലല്ല. അപ്പം അതിൻ്റെ പേരിൽ അടി ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അതൊരു പ്രശ്നമല്ല. എന്തായിരുന്നു നമ്മൾ പറയുന്ന വിഷയം? എത്ര വർഷമായി വരാൻ? വർഷമായി പറഞ്ഞ പോലെ ഒരു 17 വർഷത്തോളം ആയിട്ടുണ്ട് ഫീൽഡിലേക്ക് വന്നിട്ട്. ഈ ഫീൽഡിലേക്ക് എത്താനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ പള്ളികളിലൊക്കെ പെരുന്നാൾക്ക് പരസ്യം വയ്ക്കുന്നത് കണ്ടിട്ടില്ലേ, പ്രൊജക്ടറിലൊക്കെ പരസ്യം വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 10ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പള്ളിയിലും CLC സംഘടനയിൽ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് വേണ്ടി ചെറിയൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, പഴയൊരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചെറിയ മറ്റേ മൂവി മേക്കർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഴയ സോഫ്റ്റ്വെയറാണ്. അതിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് അതിൽ തന്നെ സൗണ്ട് കൊടുക്കലും അതൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ പരസ്യങ്ങളൊക്കെ കാണിച്ച് പിന്നെ പ്രൊജക്ടറിൽ അതിങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് സന്തോഷം, ഓ നമ്മൾ ചെയ്തതാണല്ലോ. ഞാനും കുറേ പരസ്യങ്ങൾക്ക് സൗണ്ട് കൊടുത്തിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. അതിനു വേണ്ടി ഈ പറഞ്ഞ പോലെ രാത്രിയും പകലൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ 2-3 കൊല്ലങ്ങളിൽ അടുപ്പിച്ച് അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ചെയ്യുമ്പോൾ എനിക്കൊരു സുഖമുണ്ട് എന്നുള്ളത് മനസ്സിലായി. കാരണം സന്തോഷമുണ്ട്, ബോറടിക്കുന്നില്ല. അപ്പോഴാണ് എഡിറ്റിംഗ് പഠിച്ചാലോ, കാരണം എനിക്ക് ജോലിയും സാമ്പത്തികവും ആവശ്യമായിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെ ജോലിയാക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്, അപ്പോൾ അത് പഠിച്ചു നോക്കാം. അപ്പോൾ കല്യാണം എഡിറ്റിംഗ് പഠിക്കാം എന്നുള്ള രീതിയിൽ കല്യാണം എഡിറ്റിങ്ങിന് പോയിട്ടുണ്ട്. അതാണ് ആദ്യമായിട്ട് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ കല്യാണം ചെയ്തിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചാനലിലേക്ക് കയറാം എന്നുള്ളതായിരുന്നു. അങ്ങനെ FCP പഠിച്ചു. അത് നമ്മുടെ ചേതന മീഡിയ തൃശ്ശൂർ എന്നുള്ള അവിടെ പഠിച്ചു. അതിനുശേഷം മറ്റേ ഡിവൈൻ TV ഒരു ഇൻ്റർവ്യൂ വന്നു. അന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഗുഡ്നസ് TV, പക്ഷെ അന്ന് ഡിവൈൻ എന്നായിരുന്നു ചാനലിൻ്റെ പേര്. അപ്പോൾ അതിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടി, അവിടെ കയറി. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അത് ഗുഡ്നസ് TV ആയിട്ട് നമ്മുടെ മലയാളത്തിൽ ഇവിടെ വന്നത്.
അങ്ങനെ അവിടെ നിന്ന് തുടങ്ങി. അതിനുശേഷം എറണാകുളത്തേക്ക് ഒരു ചാനലിലേക്ക് എത്തി. സോഹൻ റോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ 2 ചാനലുണ്ട്, മറൈൻ ബിസ് TV, മെഡിബിസ് TV എന്നുണ്ട്. ആ ചാനൽ വർക്ക് ചെയ്യുമ്പോഴാണ് സിൻസിയറിനെ പരിചയപ്പെടുന്നത്. അതിനുശേഷം അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോന്നു. സ്വന്തമായിട്ടൊരു സ്റ്റുഡിയോ, ലൈവ് മീഡിയ എന്നുള്ള സ്റ്റുഡിയോ തുടങ്ങി. അടുത്ത പ്രൊജക്റ്റ് എങ്ങനെയാണ്? സിനിമ ചെയ്യണം. ഒപ്പം തന്നെ ഇപ്പോൾ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ കൂട്ടുകാർ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു, നമുക്ക് സിനിമ ചിലപ്പോൾ നമുക്ക് നല്ല കഥ കിട്ടണം, അത് സെറ്റായി വരാനുള്ള സമയം ചിലപ്പോൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ ചെയ്ത് കുറേ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് അങ്ങനെ പറ്റില്ല. കാരണം നമ്മൾ തുടക്കക്കാരെന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞു. ഇനി നല്ല സിനിമ, വലിയ സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അടുത്ത. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. എഴുത്തും കാണലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം വെബ് സീരീസ് തുടങ്ങാം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അനൗൺസ് ചെയ്തിട്ടില്ല. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കാസ്റ്റിംഗ് കോൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർ സെലക്ട് ചെയ്യണം. പിന്നെ അതിന് വേണ്ടിയുള്ള കുറച്ച് പ്രാക്ടീസിങ്. അപ്പോൾ ഇത് ലൈവ് മീഡിയ തന്നെ പ്രൊഡക്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്ലാൻ. യൂട്യൂബും അതുപോലെ വെബ് സീരീസ് പോലെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചർച്ചകളും ഡിസ്കഷൻ നടക്കുന്നുള്ളൂ. ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടില്ല. സ്ക്രിപ്റ്റ് അങ്ങനൊരു ഫസ്റ്റ് ചാൻസ് ഇവർ രണ്ടുപേരും തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് വേറൊരു ഓപ്ഷൻ വേണമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇവരിൽ നിന്ന് വിട്ടിട്ട് വേറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, സിനിമ കണ്ട് ഇനി എൻ്റെ അടുത്ത പടം ചെയ്യണം അങ്ങനെ രീതിയിൽ. ഏത് പ്രൊഡ്യൂസർമാരാണ്? പ്രൊഡ്യൂസർമാരായാലും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആയാലും. സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ സിനിമയ്ക്ക് ശേഷം തന്നെ ഒരു 4-5 സ്ക്രിപ്റ്റുകൾ വന്നു. അപ്പോൾ അതിൽ കൺസെപ്റ്റ് വന്നതുണ്ട്, സ്ക്രിപ്റ്റ് ഫൈനൽ സ്ക്രിപ്റ്റായിട്ട് വന്നതുണ്ട്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് എനിക്കടുത്തത് ചെയ്യാനായിട്ടുള്ളതല്ല എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ നമുക്ക് അടുത്ത് നോക്കാമെന്നുള്ളതിൽ അങ്ങനെ പെൻഡിങ് നിർത്തിയേക്കണം. കുറേ കോളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ഇവരിരുത്തിക്കൊണ്ടല്ല ഫസ്റ്റ് പ്രിഫറൻസ് ഇവർക്കായിരിക്കും. കാരണം നമുക്ക് ആ ഒരു സിങ്ക് ഉണ്ടല്ലോ, വർക്ക് ചെയ്യാനുള്ളൊരു സിങ്ക്. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് തീരെ പറ്റുന്നില്ല, ഇവർ ഒന്നും കൊണ്ടു തന്നില്ലെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത ഓപ്ഷൻ എടുക്കുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, അത് ഇപ്പോൾ ഈ കോളുകൾ വന്നു പറഞ്ഞില്ല, അത് ഈ സിനിമ കണ്ടതിന് ശേഷമാണോ അതോ ഇതിന് വല്ല സംഘടന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഡയറക്ടർ ഇറങ്ങിയാലൊക്കെ എൻ്റെ പേര് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ട് കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പിന്നെ കണക്ഷൻസ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കാണുമ്പോൾ ആള് സിനിമ ചെയ്തു അല്ലേ, അപ്പോൾ അങ്ങനെയാണ് എന്തെങ്കിലും ഒരു കഥയുണ്ട് ഞാൻ കൊടുക്കട്ടെ, അങ്ങനെയുള്ള കണക്ഷൻസ് വഴിയുള്ള കോളുകളൊക്കെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫോട്ടോഗ്രാഫിക്ക് അസോസിയേഷൻ ഉണ്ട്, അതുപോലെ ഡയറക്ടേഴ്സിന് അസോസിയേഷൻ അങ്ങനെ എന്തെങ്കിലും? അസോസിയേഷൻസ് ഇപ്പോൾ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഇത് ഇപ്പോൾ FEFK ഉണ്ട്, അതുപോലെ കുറേ അസോസിയേഷൻസ് ഉണ്ട്. ഞാൻ ഒറ്റ അസോസിയേഷനിലും മെമ്പറല്ല. ഈ AKP എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഓൾ കേരള ഫോട്ടോഗ്രാഫി അതിലുണ്ടായിരുന്നു മുമ്പ്. പിന്നെ അതും എനിക്ക് സമയമില്ല, ഒരു മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയമില്ല. അപ്പോൾ അതൊന്നും മാറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒറ്റ അസോസിയേഷനിലും മെമ്പറല്ല. അസോസിയേഷൻ ഉള്ളതാണ് നല്ലത്, ഇല്ലാത്തതാണ് നല്ലത് പ്രദേശ് സിനിമ ഫീൽഡിൽ? ഞാൻ അതിൽ മെമ്പർ അല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഗുണവും ദോഷം എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്ററോട് ഇല്ല ഞാൻ വളരെയധികം കേട്ടോണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും പറയണ്ടെങ്കിൽ ഞാൻ അതിൽ ഹെഡ് ചെയ്ത് പറയുന്നുണ്ട്, അത് ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് സ്ക്രിപ്റ്റ് വല്ല സിനിമയ്ക്ക് അടുത്തുണ്ടോ? സ്ക്രിപ്റ്റ് സത്യം പറഞ്ഞാൽ 1-2 സംവിധായകരുടെ കോളുകൾ മറ്റാൾക്കാർ പറഞ്ഞിട്ട് അവർ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അഖിലേഷിനെ ഒരു ടീം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 സ്ഥലത്ത് നിന്ന് ഇതുപോലെ കോൺടാക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞൂടെ രാജസേനൻ സാറിൻ്റെ ഇപ്പോൾ ഡയറക്ടർ രാജസേനൻ സാർ പുതിയ സ്ക്രിപ്റ്റ് നോക്കണമെന്നുണ്ട്. രാജസേനൻ സാറിൻ്റെ പരിചയത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ സിനിമ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവിടെ സ്ക്രിപ്റ്റ് കൊടുക്കാനും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഇത് എഴുതാനായിട്ട് ഏറ്റവും കൂടുതൽ ഏത് സീനിലായിരുന്നു വെല്ലുവിളി വരിക എന്ന് വെച്ചാൽ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് മീഡിയയുടെ ഉള്ളിലായിരുന്നു ഇതിൻ്റെ വലിയൊരു ഭാഗം തീർത്തത്. ഇപ്പോൾ ഞാനായാലും അഖിലേഷായാലും കുറേ ഭാഗങ്ങൾ എഴുതും, ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന എഴുതുക. അങ്ങനെ ഒരു നിയമമൊന്നും വെച്ചിട്ടില്ല. ഇതിനിങ്ങനെ ഇന്ന രീതിയിലാവണം ഇതിൻ്റെ എഴുത്ത് നിയമമൊന്നും വെച്ചിട്ടില്ല. ചിലപ്പോൾ ചില ഭാഗങ്ങൾ ഞാൻ എഴുതിയിട്ട് കൊണ്ടുവരും, അതേ ഭാഗങ്ങൾ തന്നെ അഖിലേഷ് എഴുതി. ഇത് രണ്ടും കൂടി സിങ്ക് ചെയ്തിട്ട് ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഇപ്പോൾ ശോഭ സിറ്റിയിലെ ഫുഡ് കോർട്ടിൽ പോയിരുന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എഴുതും. അങ്ങനെ ഓരോ രീതികളിലാണ് ഇത് എഴുതാറുള്ളത്. എഴുതുമ്പോൾ വെല്ലുവിളി വെച്ചാൽ ഒരു സിനിമയ്ക്ക് തിരക്കഥ ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത്, അഖിലേഷും ആദ്യമായിട്ട്. അഖിലേഷ് നല്ലൊരു നാടക പ്രവർത്തകനാണ്. നാടകങ്ങൾ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്, മോണാക്റ്റുകൾ, സ്കിറ്റുകൾ. ആൾ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലെ സ്കിറ്റുകളൊക്കെ അവർ തന്നെയാണ് എഴുതാറുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ രീതിയിൽ ആ സ്ക്രിപ്റ്റ് എഴുതി പരിചയമുണ്ട്. എനിക്കാണെങ്കിലും ഷോർട്ട് ഫിലിമുകൾ എഴുതിയിട്ടും പിന്നെ ഞാൻ ഓൺലൈനായിട്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ കഥകൾ മാഗസീനിലൊക്കെ അങ്ങനത്തെ രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എന്നുള്ളത് രണ്ടുപേരുടെയും ആദ്യം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഇപ്പോൾ ഇത്ര സീനുകൾക്ക് തീർക്കണം, അത് ഇന്ന രീതിയിലാവണം. സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു എന്തെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു കോഴ്സ് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കൂടെ അസിസ്റ്റ് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടുള്ളതല്ല, നേരിട്ട് ചെയ്യണം. അതിൻ്റെ കുറവുകളുണ്ടായിരുന്നു. പിന്നെ അത് ഭൂരിഭാഗവും സിൻഡോ സാർ തീർത്ത് തന്നിരുന്നു എന്നുള്ളതാണ്. സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഇന്ന രീതിയിലല്ല അത് ചെയ്യേണ്ടത്, ആ ഭാഗങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് ആൾ തന്നെ പറഞ്ഞുതരും.
അപ്പോൾ പിന്നെ അത്തരം വെല്ലുവിളികൾക്ക് സാധ്യത കുറയുകയാണ് ചെയ്തത്. ഈ ഒരു ചെറിയൊരു സിനിമ എന്ന് പറഞ്ഞു സിൻഡോ സാർ. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ടോവിനോ സാറിൻ്റെയും പിന്നെ അതുപോലെ ദിലീപ് ബാറ്റിൻ്റെയും വലിയൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു? അവരെങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു പടത്തിനെ അവർ പ്രൊമോഷൻ ചെയ്തത്? ചെറിയ പടം എന്ന് പറഞ്ഞാൽ പടത്തെ കുറ്റം പറഞ്ഞതല്ല, അവർ ഒരു സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റാർസ് ആണല്ലോ. അപ്പോൾ അവർ എങ്ങനെയായിരുന്നു അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്? തീർച്ചയായിട്ടും വലിയ സപ്പോർട്ട് തന്നെയാണ് അവരുടെ ഭാഗത്ത്, രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു സൗഹൃദം തന്നെയാണ് ഈ സിനിമയിൽ ഞങ്ങൾ എത്തിയത്. കാരണം ഞങ്ങൾ ഇത്രയും തുടക്കക്കാർ ഈ ചെറിയ രീതിയിൽ അവിടേക്ക് എത്താനായിട്ട് ഒരുപാട് സൗഹൃദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഇപ്പോൾ പ്രമോദേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ടോവിനോ. അപ്പോൾ പ്രമോട്ടൻ വിളിച്ചൊരു കാര്യം പറഞ്ഞാൽ നോ പറയില്ല, അങ്ങനെ സപ്പോർട്ട്. അതുപോലെ അഖിലേഷിൻ്റെ സുഹൃത്താണ് ദിലീപേട്ടൻ. അപ്പോൾ ദിലീപേട്ടൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പറും അതിൻ്റെ ഭാരവാഹികളൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ് അഖിലേഷ്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു സപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇതേപോലെ നമ്മൾ വിളിച്ചപ്പോഴാണെങ്കിലും ആർട്ടിസ്റ്റുകൾ അഭിനയിക്കേണ്ട കേസിന് വിളിച്ചപ്പോഴാണെങ്കിലും നമ്മളൊരു പ്രൊഡക്ഷൻ കൺട്രോളർ വലിയൊരു രീതിയും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ പേഴ്സണലി വിളിക്കുകയാണ് ഒരുപാട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണത്, ദിലീപേട്ടനാണെങ്കിലും ടോവിനാണെങ്കിലും നമ്മൾ കാണാൻ പോയിരുന്നു. അപ്പോൾ പോയപ്പോഴും പറഞ്ഞു എന്ത് സപ്പോർട്ടാണ് വേണമെങ്കിൽ പറഞ്ഞോ, എൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ മാക്സിമം ചെയ്തു തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. നമ്മളവരെ കുറേ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മൾ തുടക്കം ഇപ്പോൾ അടുത്തത് വരുമ്പോൾ ഇനിയും നമുക്ക് നല്ലൊരു കഥ കിട്ടുകയാണെങ്കിൽ പോയി കഥ പോയി പറയാനും അതിനൊക്കെയുള്ള ആ ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്ത് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മളിപ്പോൾ അവിടെ ചെന്നപ്പോഴാണ്, ഇപ്പോൾ ദിലീപേട്ടൻ്റെ അടുത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സെറ്റിലേക്കാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. കാരണം നമ്മൾ ദിലീപേട്ടനെ പോയി ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ കഴിഞ്ഞെത്തി ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എത്തിയിട്ടപ്പോൾ എന്താ അവർ അറിയിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് ചെന്നു. ആ സമയത്ത് ക്യാമറ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് ടീം, സിനിമയുടെ യൂണിറ്റിൻ്റെ ലൈറ്റ് ടീമിനെ കൊണ്ട് ലൈറ്റ് സെറ്റ് ചെയ്യിപ്പിച്ച് തന്ന് നമ്മളെ നിർത്തിയിട്ടൊക്കെ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തോന്നുന്നുണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ ദിലീപേട്ടൻ്റെ അടുത്ത് എത്തിയത് അഖിലേഷ് വഴിയാണ്. അഖിലേഷ് ദിലീപ് ഫാൻസ് അസോസിയേഷനിലെ മെമ്പറായിരുന്നു. അപ്പോൾ ആ കണക്ഷനിലൂടെയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല സപ്പോർട്ട് തന്നെയാണ് നമുക്ക്. പിന്നെ എന്തായാലും ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മ ഇനിയും ഒത്തിരി പടങ്ങൾ കിട്ടുന്ന ആശംസിക്കും. പ്രത്യേകിച്ച് സിൻഡോ സാറിന് ഇനിയും കുറേ വേറെ പുതിയ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയും പുതിയ എഡിറ്റേഴ്സിനെയും കിട്ടിയിട്ട് അടിപൊളിയായിട്ടൊന്ന് ആശംസിക്കണം. പ്രത്യേകിച്ച് ലൈവ് മീഡിയ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തട്ടെന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം മൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ സ്പെഷ്യലായിട്ട് താങ്ക്സ് ഉണ്ട് പറഞ്ഞപ്പോൾ. എന്തായാലും പറ്റില്ല, ഞങ്ങളൊന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഞാൻ ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ലേറ്റായി ശരി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഒരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ. പക്ഷെ അങ്ങനെയൊന്നും ആൾ കരുതിയില്ല കേട്ടോ നോടിച്ചിട്ട്. ഇല്ല, നമുക്ക് അത് എന്താ പറയുക, ഞാനും തുടക്കക്കാരൻ തന്നെയാണ്. അപ്പോൾ തുടക്കക്കാരൊപ്പം നിൽക്കുമ്പോൾ അതിലൊരു പവറുണ്ട്. അങ്ങനെ നമുക്ക് മുകളിലേക്ക് എത്തണം, അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും സ്പെഷ്യൽ താങ്ക്സ്. സന്തോഷം. ശരി.